എവിടക്ക പോണെന്നല്ലേ പെട്ടി പൊട്ടിച്ചപ്പോ ഒരാൾക്കുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് മൊത്തം മാക്കാണ്. അപ്പൊ ഇത് കൊടുത്തിട്ട് വരാം നമുക്ക്. ഓക്കെ, വരി, പിന്നാലെ വരും. എന്നത്തെ മാതിരിയല്ല കേട്ടോ, ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ ഓർഡർ ഉണ്ടായി. കൈവേദനയാണ്, കാലുവേദനയാണ്, മുട്ടുവേദനയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷെ അപ്പോൾ മോൾക്ക് പോകണമെന്നല്ലേ, ഉമ്മ എപ്പോഴും തറവാട്ടിലാണ് താമസം. ചെറിയ അഞ്ചുണ്ട് അവിടെ, നമ്മളിവിടെ പെരുന്നാണ്. ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കൊന്നുമില്ല കേട്ടോ. പലയ്ക്കുള്ള വാതിൽ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം ഉമ്മാൻ്റെ. ഇനി അമ്മ അവിടെ അടി കുളി കഴിഞ്ഞിരിക്കണോ? കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നാണ് താത്ത. വരി, ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിനെ കൊണ്ടുപോകും. ആ താത്ത വന്നിക്കണ്. താത്തക്ക് എന്തൊക്കെ വേണ്ടത്? ഇതാണ് ഈ കിടക്കണത്. ഹലോ ഹലോ, ഓ വലിയൊരു ഉറക്കേരൻ. വാ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ എന്തെങ്കിലും ചവിട്ടിടി സാധനങ്ങള്. എടാ കൊറിയ ഉണ്ടാക്കിയിരുന്നു. സീറ്റൊക്കെ വാങ്ങാണ്ട് ആൾക്കാർ അത് വൈദ ഒലിവ് ഓയിൽ ചോദിച്ചിരുന്നു. അതൊക്കെ എന്തിനാ ഒലിവ് ഓയില്? അതിമ തേക്കല്ല, ഇതായിട്ട് പാചകം ചെയ്താൽ മതി. നല്ല ആരോഗ്യത്തിന് നല്ല. ആ ഒലിവ് ഓയില് നല്ലതാണ്. ഒലിവ് പാചകം ചെയ്യല്ല, സലാഡ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ അത് ഒലിവ് ഓയിൽ ഉമ്മ പറഞ്ഞിരുന്നു. പിന്നെ പാൽപ്പൊടി, നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പൊ 1 കിലോ പാൽപ്പൊടി ഉമ്മക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് 1 കിലോ ആണ്, 900 ഗ്രാം കേട്ടോ പാൽപ്പൊടി. ബിസ്മില്ല. പിന്നെ ഇതാ എപ്പോഴും കാൽവേദനയാണ്, കാൽവേദന അറിയാം. അപ്പോൾ കാലൊന്നും മസാജ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെങ്ങനെ പരിപാടി വെച്ചാൽ ഇങ്ങനെ കട്ടിൽമൊക്കെ ഇരിക്കുമ്പോൾ ഇരിക്കാതിരുന്നാണ്. നോക്കട്ടെ, അവിടെ ഇരുന്നോളി, അവിടെ ഇരുന്നോളി. ഇതിന് കാല് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഒന്ന് വെച്ചാൽ മതി, ഓരോന്ന്. നല്ല രക്തോട്ടം ഉണ്ടാവും. അത് അങ്ങനെ വെക്കാം. പിന്നെ അയിമ വെച്ചിട്ട് കാലിന്റെ മറ്റേ ഈ ബസ്സിൽ ഭാഗമൊക്കെ വരുതാ. അങ്ങനെ തസ്ബീഹൊക്കെ ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ ഇതൊന്ന് ഓക്കെ എടുത്ത ചളി. അപ്പൊ അതൊക്കെ നിങ്ങൾ കാലുവേദന എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് അതൊക്കെ. ഓക്കെ, പിന്നെ മാഷാ അല്ലാഹ് പെരന്റെ ഉള്ളിൽ എപ്പോഴും എന്താ പറയുക, സ്കാവിയായിട്ടേ നടക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടാൻ പറ്റിയ ചേർത്ത് വലിപ്പം കൂടുതലാണോന്ന് അറിയില്ല. വലിപ്പം കുറച്ച് കൂടുതലല്ലേ? പുറത്തേക്ക് ഇടരുത് എന്തായാലും. കണ്ട നിയാസപ്പുറം എടുത്തിട്ടുണ്ടാവും. സുഖം ഉണ്ടാവും. പിന്നെ ഇതെന്താ സാധനം അറിയാം നിങ്ങൾക്ക്? കഴുത്ത് വേദന ഒക്കെ വരുന്നതേ അങ്ങനത്തെ തലവാണിമ വെച്ചില്ല. ഈ തലവാണി ഉപയോഗിച്ചാൽ മതി. ഇത് അടിപൊളി തലവാണിയാണ്. ഇത് വെച്ചാല് പെടലി വേദന ഉണ്ടാവില്ല. പെടലി വേദന ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കണ ഫോം ടൈപ്പ് തലയാണ്. നിങ്ങൾ ഇതിങ്ങോട്ട് പൊട്ടിക്കുക. അത് പൊട്ടിച്ചാലേ ഇവിടെ ഒട്ടിച്ചിട്ട് ഇതുമ്പോ തന്നെ തലക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു കവർ ഇടണം കേട്ടോ. ചളി ആയാൽ അത് തിരുമ്പാൻ പറ്റൂല, അതാണ് പ്രശ്നം. കണ്ടില്ല നിങ്ങള്? എന്തൊരു സുഖം. പിടിച്ചോക്കണി. അതായത് തലന്റെ ഭാഗം അവിടെ തല വെക്കണ്ട്. അല്ലല്ല, തിരിച്ച് തിരിച്ച് പെരടി ആയിരുന്നല്ലേ. ഇത് വീതി നല്ല ഇത് കയറില്ലേ? എത്ര ഏറെ വീതി തലങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ചാൽ മതി. അതാണത്. അപ്പൊ നല്ല സുഖം ഉണ്ടാവും. അപ്പൊ നല്ലൊരു കവർ ഉണ്ടാക്കിയിടുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഈ മെയിനായിട്ടൊരു സാധനം നിങ്ങൾക്ക് കൊടുത്തിട്ട് അപ്പൊ പനി കുറച്ച് വരുന്നുണ്ട്. പനി വരണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ കടന്നാൽ മതി, പനി മാറിക്കും. ഇതെന്താ നിങ്ങൾക്ക് ഇനി കൂർക്ക നിങ്ങള് ചാക്കില് ചവിട്ടി കയറിയിട്ട് ഉണ്ടാവുന്നുണ്ടോ? കൂർക്ക കൊണ്ടുവരണം. ഇത് കൂർക്ക തോലിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിനുള്ളിൽ കൂർക്ക ഇട്ടാല് എളുപ്പാവൂല. കൂർക്ക ഇടുക. എന്നിട്ട് കൂർക്ക കിട്ടിയിട്ടില്ല കുറച്ചോനെ. ഒരു മെഷീനാണ് കണ്ടത്. എന്നിട്ട് അത് ചാർജ് ചെയ്യണം ഇടക്ക്. കണ്ടോ? അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കുടി അല്ല. ഇതിങ്ങനെ കറങ്ങി കറങ്ങി ആദ്യം തോല് കളയും. തോല് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തള്ളും. അത് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ സെറ്റ് ആക്കാം. പുറത്ത് പോകുമ്പോഴേ കുറച്ച് കൂർക്ക 1 കിലോ കൊണ്ടുണ്ടാവും. നമുക്ക് ഏതായാലും വെക്കണ്ടേ ചാർജ്. ഇതാണ് നിൽക്കുക. കൂർക്കാട് തള്ളി പുറത്ത് കൊടുക്കും. നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യാം. അങ്ങനെ ഇരിക്കട്ടെ അവിടെ. ഇരിക്കണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് തന്നോണ്ടി. വേറെ പ്രശ്നമൊന്നും. ഒന്നുമല്ലോ, അതിന്റെ മോട്ടറല്ലേ. അതാണ് അതിന്റെ ബ്ലേഡ് കണ്ടിട്ടുണ്ട്. തോല് പോരാ. ഇതാണ് സാധനം. അതൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. അത് വിചാരിച്ചമായിരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാറുകൾ. അപ്പൊ ഇതൊരു സാധനം. നിങ്ങൾ നല്ല ഭസ്സർമുള്ള ജാതികളൊക്കെ ഇതൊക്കെ അത് ഉപയോഗിച്ചു പറഞ്ഞാൽ നോയിക്കൊണ്ട് പണി അത്ര അറിയാനൊന്നല്ല. അത് ഈ 10 കൊല്ലം ഞങ്ങൾ പറയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് മെയിൻ ആയിട്ട്. ഇത് ഓരോ റക്കാലത്ത് നിസ്കരിക്കുമ്പോഴും എനിക്ക് അതിന്റെ മരിച്ചോളം പറയില്ല. മരിച്ചവര് തീരും പറയില്ലല്ലോ. ഇതാണ്. അതായത് നിസ്കരിച്ചുമ്പോ ഉണ്ടാവും സുഖം കിട്ടാൻ. നിങ്ങള് ഇതാണ് മുസല്ല. ഇതെന്ത് മുസല്ല വിചാരിച്ചിട്ടാണ്? ഇതിങ്ങനെ നല്ല സുജൂദക്കൊക്കെ പോയാ സുജൂദിലാണ് കിടക്കും. പിന്നെ അവിടുന്ന് നീച്ചൂല. കണ്ടിട്ട് നിങ്ങളൊന്ന് സുജൂദ് ചെയ്തൊക്കെയാണ്. സുജൂദ് ചെയ്തൊക്കെയാണ് മുട്ടുകാല് വേദന. പറച്ചോനെ അപ്പൊ ഉറപ്പായിട്ടോട് സ്വീകരിച്ചു. അമ്മ ഇത് സുജൂദയിക്കും. നല്ല സുഖം ചെയ്യാം. നിങ്ങൾ മുട്ട കുത്തിയാണ്ട് വീക്കുമ്പോഴും അല്ല മുട്ടുകാലായിട്ടാണ് പോകുമ്പോഴും എന്തുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. മറ്റേ നിങ്ങൾക്ക് വേദന ഇരുന്നില്ലേ, ആ പരിപാടിയാണ്ട് പോകും. മുട്ട് കുത്തിയൊക്കെ മുട്ടുകുത്തി പോയാലും സ്കെച്ചോട്ടി ചെയ്തിട്ടോ. നിങ്ങൾക്ക് കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പം അധികം വെച്ചാൽ ചിലപ്പോൾ നമ്മളെ ആയുസിന്റെ കാര്യമാണ്, മനുഷ്യന്റെ കാര്യമാണ്. ഇപ്പം നിസ്കരിക്കാൻ പറ്റില്ല. ആരെ മരിച്ചൊന്നും എന്താ ഇതെടുത്ത കളി. അപ്പൊ ഒക്കെ ആയി. ഇനി 2 കൊല്ലത്തിന് ഒന്നും ചോദിക്കരുത്. ഞാൻ എന്നും ചോദിച്ചു. പാൽപ്പൊടി 2 കൊല്ലത്തിന്, പാൽപ്പൊടി 2 കൊല്ലത്തിന്, തലക്കാണി 2 കൊല്ലത്തിന്, നിസ്കാരപ്പായി 2 കൊല്ലത്തിന്, നിസ്കാരപ്പായി മരിച്ചോളം. ഓക്കെ, ഇതായിട്ടാളി അതിനുള്ളിൽ എടുത്തോണ്ടിട്ടാ. അടുത്തെത്തുമ്പോ ഇതിനുള്ളിൽ ഇട്ടിട്ട് എടുത്തോളിതാ. ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, നിന്റെ വേഗം കൊണ്ടുപോവാ. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ ഇപ്രാവശ്യത്തെ നല്ല മുതലായി. ചോറി മാറൊന്ന് പോകുന്നുണ്ട് കാണിക്കാൻ. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാ എല്ലാരും എനിക്കും ഉമ്മാക്കും വേണ്ടിട്ട് ദ്വാരക്കുക. എനിക്ക് സ്പെഷ്യല് ഉമ്മാക്ക് കുറച്ച് കൊടുത്താൽ മതി. എന്നാലും ഉമ്മ അജ്ജിനൊക്കെ പോയി ദ്വാരത്തിക്കണം. അതുകൊണ്ട് തോന വേണ്ട. എനിക്ക് കുറെ ദ്വാര തരും എല്ലാരും. അപ്പൊ നല്ല നല്ല എന്താ പറയാ, നിങ്ങളൊക്കെ നിങ്ങളമ്മാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടാവും എനിക്ക്. അതന്നെ. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളൊക്കെ നിങ്ങളമ്മാർക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങി കൊടുക്കുക. മുണ്ടൂല, അമ്മാരും മുണ്ടൂല ഒന്നും. ആരും മക്കളുടെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് മുണ്ടൂല. അപ്പൊ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ചെറിയ പൈസയല്ലേ ഉള്ളൂ. തലക്കാണി സുജൂദ് ചെയ്യുമ്പോൾ മുട്ടുകുത്തിയ വേദന ആവാത്തൊരു മുസല്ല അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാവും. ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ദ്വാരക്കട്ടാ. അസ്സലാമു അലൈക്കും.